നമസ്കാരം പേടികളെ, എന്തൊരു വിശേഷം? സുഖല്ലേ? ഞാൻ കാന്താരസൻ ചാക്കോച്ചിയാണ്. ഇന്ന് നമ്മളൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുക. ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, അപ്പൊ ഒരു വ്യത്യസ്തത വേണ്ടേ? നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് എന്നും മടുത്തിരിക്കല്ലേ? അപ്പൊ നമ്മളിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിക്കാന്ന് വെച്ചു. മുഗൈ മഹാറാണി ചിക്കൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വരാം. വാ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ, തൈര്, പച്ചമുളക്, കശുവണ്ടി, ബദാം, നാരങ്ങ നീര്, ക്രീം അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല്, എണ്ണ, സവോള, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കസ്തൂരി മേന്തി, ഉപ്പ്. പിന്നെ ഉണക്കമുളക്, നമുക്കൊരു മസാല ഉണ്ടാക്കണതിന്. അപ്പോൾ ഉണക്കമുളക്, മല്ലി, പെരുംജീരകം, നല്ല ജീരകം, ജാതിക്ക, ഏലക്ക, ജാതിപത്രി. ഈ സാധനം നമുക്കൊന്ന് പതുക്കെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടാക്കാം. ഈ മസാല സാധനങ്ങളൊന്ന് വെച്ച് ചൂടാക്കാം. ഉണക്കമുളകൊക്കെ ഒരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ നമ്മൾ ജാറിൽ, അധികം നന്നായിട്ട് പൊടിയാവരുത്, ലൈറ്റായിട്ടൊരു ഇതുണ്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാന്ന് പറയും. അങ്ങനെ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനൊപ്പം തന്നെ നമുക്ക് കശുവണ്ടി പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണേ, ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കാം. കശുവണ്ടി പരിപ്പും ബദാമും നമുക്ക് ഒരു മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ ആക്കണേ. പിന്നെ 2-3 പച്ചമുളക് വേണമെങ്കിൽ അതിലേക്ക് ഇടുക. അത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇടാം, അതല്ലെങ്കിൽ ഒരു 3 ഇട്ടാൽ മതി. 3 പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അരച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ 1/2 കിലോ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറയാൻ: 2 ടേബിൾ സ്പൂൺ തൈര് വേണം. ചിക്കൻ കഴുകി മാറ്റിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും, ഗരം മസാല, നമ്മുടെ സാധാരണ ചിക്കൻ മസാല ഏതെങ്കിലും മസാല, ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതി, ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി 10 മിനിറ്റ്. അത് പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്, ഏറ്റവും കുറവ് 15 മിനിറ്റ് വെക്കണേ. അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ, ആ സവോള നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. പിന്നെ എരിവ് കൂടുതലാണെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മസാലയിലേക്ക് എടുത്തിരിക്കുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ, അത് എരിവ് കുറവുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എരിവ് വേണമെന്ന് തോന്നുന്നൊരു 3 പച്ചമുളക് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഈ സവോളയുടെ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല, മറ്റേ തൈരൊക്കെ ചേർത്ത് മാറ്റി വെച്ചിട്ട് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് പതുക്കെ നല്ല തീ കൂട്ടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മുറച്ച് ശരിക്കും നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുന്ന സമയം നമുക്ക് തീ കുറച്ച് വയ്ക്കണേ. ഒരു 5-6 മിനിറ്റ് ആ തീ കുറച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കാഷ്നട്ടും ബദാമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കൂടി ഒരു മിക്സിയിൽ അരച്ച് വെച്ചില്ലേ, ഇത് നമുക്കിതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇത് പതുക്കെ ഇളക്കി കൊടുക്കണേ. അതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഉണക്കമുളകൊക്കെ ചേർത്ത്, ആ സാധനം നമുക്ക് ഈ സമയത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാതെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് പതുക്കെ ഒന്ന് മൂടി വെച്ചോ. പതുക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തുറക്കുക. അതിന് ശേഷം കസ്തൂരി മേന്തി ഈ സമയം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കാം. ഇളക്കി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ക്രീം, തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് വരണം. ഇപ്പോൾ നല്ലോണം എന്താ പറയുക, ചിലർ കട്ടിയായി നിൽക്കുന്നു പറയും, അല്ലെങ്കിൽ കുറുതായി എന്നൊക്കെ പറയും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അധികമല്ല, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ പുളിയും അധികം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങ നീര് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ടോ, നല്ല സൂപ്പറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. ഈ സാധനം പതുക്കെ തീ കുറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് വിതറി കൊടുക്കാം. വേറെ ഒരു പരിപാടിയില്ല. എൻ്റെ പൊന്നു, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് അറിയാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഏതൊരു സാധനത്തിൻ്റെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമുക്കൊരു വെറൈറ്റി, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ല, അപ്പോൾ വെറൈറ്റികൾ വരട്ടെ. അപ്പോൾ നമുക്കൊരു വ്യത്യസ്തത വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ
ഇതിലൊക്കെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരിക്കും താങ്ക് യു, ബൈ.